ആലക്കുടിക്ക് അടുത്ത് കോട്ടയം തുടങ്ങിയിരിക്കുന്ന ബോച്ചയുടെ പുതിയ ഒരു റെസ്റ്റോറൻറ്റാണ് ബോച്ചെ ഫുഡ്സ്. നോ ഗ്യാസ് എന്ന് നമുക്ക് വലുതാക്കി എഴുതി വെച്ചിരിക്കുന്നത് കാണാം കേട്ടോ. നോ ഗ്യാസ് എന്ന് ഉദ്ദേശിച്ചാൽ ഗ്യാസ് ഇല്ലാത്തത് കൊണ്ടല്ല, മിക്കവാറും നല്ല ഫുഡ് കൊടുക്കുന്നുള്ള അർത്ഥത്തിലാണെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഇൻറ്റീരിയലൊക്കെ മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ലൊരു മെനുവാണ്. പക്ഷേ അബദ്ധവശാൽ അല്ലെങ്കിൽ അവിടെ ഞാൻ ചെന്നപ്പോൾ പല സാധനങ്ങളും അവിടെ ഇല്ല. കിച്ചൺ വർക്ക് എടുക്കുക നമുക്ക് കിട്ടിയത് ആകെ കുറച്ച് സ്മോക്കും പിന്നെ കുറച്ച് ഡംപ്ലിങ്സും മാത്രമാണ് കേട്ടോ അവിടെ. പക്ഷെ ഞാൻ ഡംപ്ലിങ്സും സ്മോക്കായിട്ടുള്ള കുറച്ച് സാധനങ്ങളും ഓർഡർ ചെയ്ത്, ബീഫാണ് ഓർഡർ ചെയ്തത്. മനോഹരമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റാണ്. കാണാനായിട്ട് കുറച്ച് സീറ്റുകളുള്ളൂ, പക്ഷേ നല്ല രീതിയിൽ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സുഷി ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വന്നത്. സുഷിയൊന്നും അവിടെ എൻ്റെ കൂടെ വന്ന ആൾക്ക് സുഷിയൊന്നും പിടിച്ചില്ല, അതുകൊണ്ട് ഞാൻ സുഷി അവോയ്ഡ് ചെയ്തു. ഒരു ഡംപ്ലിങ്ങാണ് ഓർഡർ ചെയ്തത്. എദാമി ബീൻസും ചീസും കൂടി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡംപ്ലിങ്ങാണ് ഞാൻ കഴിച്ചത്. അടിപൊളി ഇൻറ്റീരിയലാണ് കേട്ടോ. അവിടെ ഒരു ബാർ കൗണ്ടറൊക്കെ ഉണ്ട് കേട്ടോ. മോക്ടെയിലിനായിട്ടുള്ള ഒരു ബാർ കൗണ്ടറൊക്കെ ഉണ്ട്. മനോഹരമായിട്ട് അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വളരെ അട്രാക്റ്റീവാണ് എല്ലാം. AC റെസ്റ്റോറൻറ്റാണ്. അതിനുള്ള നല്ല വിലയുണ്ട്. നല്ല മനോഹരമായ മെനുവാണ്. നൂഡിൽസും ജാപ്പാനീസ് ഐറ്റങ്ങളൊക്കെ ഉണ്ട്. ബർഗർ, സാൻഡ്വിച്ച്, പാസ്ത, പിസ്സ, സ്മോക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ബ്രിസ്ക്കറ്റും ഉണ്ട് കേട്ടോ. ബ്രിസ്ക്കറ്റ് കഴിക്കാനുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. ഇന്ത്യൻ ബ്രിസ്ക്കറ്റ് എത്രത്തോളം നല്ലതാണോ എന്ന് എനിക്കറിയില്ല. കിച്ചണൊക്കെ നമുക്ക് കാണാവുന്ന ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള കിച്ചണാണ്. മനോഹരമാണ് കേട്ടോ. ഡംപ്ലിങ് ചെയ്താണ് വന്നിരിക്കുന്നത് കേട്ടോ. ബ്രിസ്ക്കറ്റ് വന്നിരുന്നു. ബ്രിസ്ക്കറ്റിൻ്റെ കൂടെ മയണൈസും കുബൂസാണ്. ബ്രിസ്ക്കറ്റിൻ്റെ കൂടെ കുബൂസ് തന്നത് എന്ത് കോംബോ ആണെന്ന് എനിക്കറിയില്ല. മീറ്റ് ടഫ് തന്നെയായിരുന്നു. നമ്മൾ ഒരിക്കലും ഫോറിൻ മീറ്റായിട്ട് ബ്രിസ്ക്കറ്റ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. വാവ് എന്ന് പറയുമെന്ന് തോന്നുന്നില്ലെങ്കിലും കൊള്ളായിരുന്നു. മയണൈസ് 2 തരത്തിലുള്ള മയണൈസ്, ഒരു സ്പൈസി മയണൈസും നോർമൽ മയണൈസാണ് നമുക്ക് കൂടെ തന്നത്. മറ്റു ഗ്രേവികളൊന്നും തന്നെ കണ്ടില്ല. അതിലൊന്നും തരക്കേടില്ല എന്നാണ് പറയുന്നത്. അത്ര സോഫ്റ്റ്നെസ്സോ ടേസ്റ്റോ നമ്മൾ മറ്റുള്ള പുറത്തുള്ള ബ്രിസ്ക്കറ്റായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും കൊള്ളാം. സ്മോക്കി ചിക്കനൊന്നും ആയിട്ടില്ല. തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് വന്ന് നോക്കുക എങ്ങനെയുണ്ട്. സുഷിയൊക്കെ എൻജോയ് ചെയ്യാം. നല്ല പിസി ഉണ്ട്. ഓക്കെ, താങ്ക് യു. എൻജോയ് ദ ലൈഫ് ബൈ സജീസ് ഫ്ലവർ ടൈം.